ലവ് ജിഹാദ് കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ക്യാമ്പസുകളും മറ്റും കേന്ദ്രീകരിച്ച് പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും IS പോലെയുള്ള ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘം നിഗൂഢമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ്. വാടാ പിള്ളേരെ, വാടാ വാടാ, പേടിക്കണ്ട, എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാ, വാ. എന്ത് ആസി? അവരകത്തുണ്ട്. ഇതവൻ്റെ സുഹൃത്തുക്കളാ, വാടാ. അല്ലേ എന്ത് പണിയാ ബോസ് കാണിച്ച? അറ്റ്ലീസ്റ്റ് ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ട് പോയായിരുന്നു. എടാ, ഇന്നലെ നമുക്ക് കള്ളടിച്ച് തന്നില്ലേ? ആ തണ്ടി പോലീസാണ്. അതെന്റെ കസിനാ. കസിൻ തണ്ടി അമ്മാതിരി അടിയാ കാണിച്ചത്. സത്യമായിട്ട് നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം അറിയാൻ ഞങ്ങൾ പറഞ്ഞു പോയേനെ. അതുകൊണ്ടാ ഇവരിവിടെ ഉണ്ടെന്ന് നിന്നോടൊന്നും ഞാൻ പറയായിരുന്നു. എടാ, മനഃപൂർവ്വം നിങ്ങളോട് പറയായിരുന്നല്ല, ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാ. അച്ഛായ, എനിക്കെൻ്റെ വാപ്പാനും ഉമ്മാനും ഒന്ന് കണ്ടാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും ഓരോ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എടാ, നിന്റെ വീടിന്റെ ഭാഗത്തോട്ട് ചെന്നാലേ അവിടെ പോലീസായിരിക്കും. വാപ്പാ, എൻ്റെ മുമ്പിൽ വേറെ വഴിയൊന്നും ഉണ്ടായില്ല. എനിക്ക് ഓളെയും കൊണ്ട് വരാൻ നമ്മളെ വീടല്ലാണ്ട് വേറെ സേഫായ സ്ഥലമില്ല. നമ്മളെ കുടുംബത്തിനൊരു പാരമ്പര്യമുണ്ട്, ദീനിയായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളും ഉണ്ട്. അത് തെറ്റിക്കാൻ എനിക്കാവില്ല. ഇനി എനക്ക് അത് തന്നെ വേണം നിർബന്ധമാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യും, ഓളൊരു മുസ്ലിം ആക്കും, എന്നിട്ട് പുറയിൽ കൂട്ടിക്കൊണ്ടുപോവാ. ബാക്കി ബാപ്പം കേൾക്കാം. നമ്മൾ നിൽക്കുന്ന സ്ഥലേ പോലീസ് ട്രാക്ക് ചെയ്തിട്ടുണ്ടോ തോന്നുന്നത്. ഞങ്ങളെ പരിയങ്ങോട്ടാണ് മാറിയേക്കുക. ലൊക്കേഷൻ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. പോലീസിന് വായിച്ചത് ഞാനത് സൂക്ഷിക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം. എന്താടാ ഈ ലെഫ്റ്റ് എടുക്കും? ഈ ലെഫ്റ്റ് എടുക്കും, ഞാൻ പറയാം. ഈ കാര്യം പറയും. നീ എവിടെ പോയി ഉണ്ടാക്കാൻ തുടങ്ങും. മനുഷ്യരുടെ എന്നടാ വക്കീലെ? ഇവിടെ നിൽക്കണ്ട, പള്ളി കയറി കുരിശു വരയ്ക്കടാ. ആവശ്യത്തിനൊരു കുരിശെടുത്ത് ഞാൻ തലേ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നടക്കുക. എന്നടാ അശോ, ഇവൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കൊച്ചനാ. ഇവനൊരു പെങ്കൊച്ചുമായിട്ട് ഭയങ്കര പ്രേമം. അതിനെന്നാ പ്രേമം സ്നേഹമൊക്കെ കർത്താവിന് ഇഷ്ടമുള്ള കാര്യമില്ല. അതൊക്കെ അതെ, പക്ഷെ ഇവന്റെ വിശ്വാസവും ഇവൻ സ്നേഹിക്കുന്ന കൊച്ചിന്റെ വിശ്വാസവും രണ്ടും രണ്ടാ. അതിനെന്നാ ഇവന്റെ വിശ്വാസത്തിലോട്ട് ആ കൊച്ചിനെയും കൊണ്ടുവന്നാ പോരെ. എന്റെ പൊന്നച്ചു, ഇവന്റെ പേര് ആസിഫ് എന്നോ. അപ്പൊ പെങ്കൊച്ചിന്റെ പേര് ഫെർണാണ്ടസ്, മരിയ ഫെർണാണ്ടസ്. അതെങ്ങനെ ശരിയാവും? ഇതൊന്നും ശരിയാവത്തില്ല. ഇപ്പൊ അച്ഛനല്ലേ പറഞ്ഞ കർത്താവിന്റെ സ്നേഹവും പറയാമൊക്കെ ഇഷ്ടമാണെന്ന്. എടാ പോളെ, ഒരു പെങ്കൊച്ച് ഇങ്ങോട്ട് വരുന്ന പോലെയാണോ നമ്മുടെ കൊച്ചങ്ങോട്ട് പോകുന്നത്? അപ്പൊ നമ്മുടെ കൊച്ചു അങ്ങോട്ട് പോകുന്നതിലേ പ്രശ്നമുള്ളൂ, ഇങ്ങോട്ട് വന്നാൽ എടുക്കാം. നിനക്കേ അതൊന്നും പറഞ്ഞ് മനസ്സിലാവത്തില്ല. മനസ്സിലാവണമെങ്കിലേ വിശ്വാസവും ദൈവഭയമൊക്കെ വേണം. വെറുതെ എന്റെ ബി പി കൂട്ടാതെ ഈ ചെറുക്കനെ വിളിച്ചോണ്ട് പോയിക്കേ, ഓരോ പള്ളി കെട്ടുമായിട്ട് വന്നോളും. അലക്സ്, നമുക്ക് വേറെ വഴി നോക്കാം. നിങ്ങൾ വാ.
നിനക്കിതുമാതിരി വല്ല ചുറ്റിക്കളി ഉണ്ടാ? നമ്മളെ റേഞ്ചിനുള്ള ആരെങ്കിലും കിട്ടണ്ട മാമ. അത് നന്നായി. ഈ ഇച്ചിരൂടെ വളരട്ടെ കേട്ടാ. എന്താന്ന് വളരെ മാമ അവർ വരാനുണ്ട്. പടച്ചോനെ, നല്ല ദീനിയായ കുട്ടി, നല്ല അസലും മുഞ്ചെത്തി. ഓൻ്റെ സെലക്ഷൻ സൂപ്പർ. ഇനിയിപ്പോ അളിയൻ നടത്തിയില്ലെങ്കിൽ നമ്മൾ നടത്തി തരൂലേ? അതെന്താ ഓളെ കയ്യിലിരിക്കുന്ന തസ്ബീൽ ഒരു കുരിശ്? മാമ അത് അവൾ ക്രിസ്ത്യനാണ്. എന്താ? ഓള് ക്രിസ്ത്യാനിയാ മാമ. ഇത് നടക്കൂല. നീ പാളിയെ സമ്മതിച്ചാലും നമ്മൾ സമ്മതിക്കൂല. അല്ല മാമ, പക്ഷേ ഈ വണ്ടി നമ്മള് കലാകാരന്മാര് ഉടക്കണ്ട മൂട്. പോഴേ ആരൊക്കെങ്കിലും ഇച്ചിരി വകതിരി കൊണ്ടെന്നാണ് നമ്മൾ കരുതിയത്. ഈ എന്തിനാ ഇപ്പൊ ഇതിന് കൂട്ടിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഉടക്കട മൂട്. ആസി, ഈ ഓളെ എവിടെന്ന് വെച്ചാൽ കൊണ്ടാക്കിട്ട് വീട്ടിലേക്ക് വാ. എല്ലാരും കണക്ക. വാപ്പാനെ കാണാൻ പോയിട്ട് എന്തായി? വീട്ടിൽ കയറാന്ന്. പക്ഷെ അതാ മതം മാറണമെന്ന്. എന്നിട്ട് ആസിഫ് എന്ത് പറഞ്ഞു? ഞാൻ ഓളെയാണ് സ്നേഹിച്ചത്, അല്ലാണ്ട് ഓള് ജനിച്ച മതം നോക്കിയിട്ടല്ല. ഓളം മതം മാറ്റിലെന്തായാലും നടക്കൂലാപ്പാ. ശരി, എന്നാ പിന്നെ ഈ എന്താ വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യും. എന്നിട്ട് പാപ്പാനും ഉമ്മാനങ്ങ് മറന്നേക്ക്. ആസിക്ക് വന്നടാ, വന്നേ. ഞാൻ ആ പെങ്കൊച്ചി നിന്നോണ്ട് ചോദിക്കാഞ്ഞാ എന്താ നിന്റെ പ്ലാൻ? ഇങ്ങനെ എവിടം വരെ പോവും? നിന്റെ കൂട്ടുകാരില്ലേ, അവന്മാർക്കില്ലേ വീടും കുടുംബമൊക്കെ? നീ ഒന്ന് ഓർത്ത് നോക്ക്. എല്ലാവരും നിങ്ങളോട് എത്ര ദിവസം ഓടും? എവിടം വരെ ഓടും? എടാ, എന്ത് പരിപാടിയാണ് ഇത്? ഇനി അത് പോട്ടെ. ഇപ്പൊ എങ്ങോട്ടാ പോകണ്ടെന്നെങ്കിലും നിനക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? പറ. മറിയാ വാ. എന്താ ആസി? വാ. എന്തു പറ്റി? ഞങ്ങൾ ആർക്കും ഇനി ശല്യാവണല്ല. ഞങ്ങളെ വിട്. എവിടെ പോയി ജീവിക്കാനാ? എന്തിനാ നീ പോരുന്നോട് പറ. എടാ, ഇവിടെ നേരത്തെ ബസ് സ്റ്റോപ്പ് പോലെ പോകാനുള്ള വണ്ടി കാശുണ്ടോ നിന്റെ? നീ എവിടെ വെച്ചാ പോ. നിന്നൊക്കെയാണെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്നെ നോക്കി നിൽക്കണ കയറ്. നിനക്ക് വീട്ടിൽ കൊണ്ടുവന്നാക്കാം. അവൻ എവിടെ വെച്ചാൽ പോട്ടെ. കേറാ. നമുക്ക് ആസിഫിന്റെ വീട്ടിൽ പോവാം. ഐസ, പ്രേമോ മുഹബത്ത് എന്നെല്ലാം പറയാൻ ഞമ്മക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊരു ക്രിസ്ത്യാനി പെണ്ണാണ്. എന്തോരം മൊഞ്ചത്തിമാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അതെയാ, മഹല്ല് കമ്മിറ്റിക്കാരും നാട്ടുകാരും അറിഞ്ഞ എല്ലാവർക്കും തലയിൽ മുണ്ടിട്ട് കിടക്കാം. ദേ, ഇത് സംഗതി ഇടങ്ങാറാണ്. നിങ്ങൾ സൂക്ഷിച്ചോളി. അടേ, അതെ ആ കുന്ത്രണ്ടല്ലേ, ദേ അത്. ഹലോ. അൽഹംദുലില്ലാ, പഠിച്ചോൻ നല്ല ബുദ്ധി തോന്നിപ്പിച്ചല്ലോ. അതുകൊണ്ടാ ഒന്നാനിയിൽ ഓൻ്റെ കുഞ്ഞുപ്പാൻ്റെ വീടുണ്ട്. ഓനറിയാ. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി.
നമ്മളിപ്പോ തന്നെ ഇവിടുന്ന് ഇറങ്ങാം. ആ ശരി, അങ്ങനെ ആയിക്കോട്ടെ. സൽമത്തെ ഓളെത്തി കേട്ടോ. അസ്സലാമലൈക്കും. ഞാൻ വിചാരിച്ച നിങ്ങൾ ഇത്തിരി കൂടെയൊക്കെ വൈകൂന്ന്. വാപ്പ എമ്മൊക്കെ പൊളിച്ചൊക്കെ എത്തിയേക്കണ്. എന്നാലും ഈ വല്ലാത്തൊരു വാഹനം തന്നെ കേട്ടോ. 2 ദിവസം മനുഷ്യനെ തീ തീറ്റിച്ച്. ഇത് കുഞ്ഞിപ്പയാണ്. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. ആരീ കാർന്നരാ? അപ്പൊ നിങ്ങളാണ് ഈ മുസീബത്തിനൊക്കെ കൂട്ടുന്നല്ലേ? ഞങ്ങൾ കൂട്ടുന്ന മോഹബത്തിനാ മുസീബത്താക്കിയത് നിങ്ങൾ വീട്ടുകാരാ. മുസീബത്ത് റാപ്പിനെ പറ്റിയ ഉമ്മ ഓളാണ് എൻ്റെ ഉമ്മയാണ്. മോളെ വാ. ഓടാ മോളെ ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് വാങ്ങിയതാ. കറക്റ്റ് ആയിരിക്കും. മാറിയിട്ട് വാ. ഉമ്മ എന്താ മോളെ? സോറി. മോളെ ഇതിന് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യമല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. മക്കൾ എത്ര വളർന്ന് വലുതായാലും ഉമ്മാക്കും പാപ്പാക്കും ഒരു കുട്ടികളാ. ആദ്യമായിട്ട് മക്കളെ സ്കൂളിൽ ചേർക്കണ ദിവസം കുട്ടികളെല്ലാവരും കൂടി ഒരു കരച്ചിലുണ്ട്. അപ്പോൾ ടീച്ചർമാർ നമ്മളോട് പറയും ഇവിടെ നിൽക്കേണ്ട പൊയ്ക്കോന്ന്. പക്ഷേ എത്ര പറഞ്ഞാലും എല്ലാ മാതാപിതാക്കളും അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. ആദ്യമായിട്ട് മക്കളെ വേർപിരിയുന്ന വേദന അറിയുന്നത് അപ്പോഴാ. മക്കൾക്ക് പരിചയമില്ലാത്ത സ്ഥലം, അതുവരെ കണ്ടിട്ടില്ലാത്ത ടീച്ചർമാർ, ഒരു നമ്മുടെ കുട്ടികളെ നന്നായി നോക്കുമോ, അവർക്ക് നമ്മുടെ കുട്ടിയുടെ വാശികളും ഇഷ്ടങ്ങളും മനസ്സിലാക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ ആദികൾ ഉള്ളിലോട്ട് കയറി വരും. അതുപോലൊക്കെ തന്നെയാ കല്യാണത്തിൻ്റെ കാര്യം. അല്ലാതെ മക്കളുടെ ഇഷ്ടങ്ങൾ കാണാൻ കഴിവില്ലാത്ത ദുഷ്ടന്മാരൊന്നും ആയിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും മോള് പോയി അച്ഛനമ്മയും കാണണം. അവരുടെ സ്നേഹത്തോളം വരില്ല ഒന്നും. മോള് മാറ്റിട്ടോ.